രായമംഗലം പഞ്ചായത്തിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. വാർഷിക പദ്ധതിയിൽ നിന്നും 2 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പട്ടികജാതിയിൽ ഉൾപ്പെട്ട പൊതുവിദ്യാലയത്തിലെ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് NP അജയ്കുമാർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ദീപ ജോയി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ സ്മിത അനിൽകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ടിൻസി ബാബു, KN ഉഷാദേവി, മിനി ജോയി, സെക്രട്ടറി B സുധീർ, അസിസ്റ്റന്റ് സെക്രട്ടറി ബിനോയ് മത്തായി, പ്ലാൻ കോർഡിനേറ്റർ രതീഷ് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഈ വർഷം 99,95,000 രൂപയാണ് പട്ടികജാതി മേഖലയിൽ പഞ്ചായത്ത് വകയിരുത്തിയിരുന്നത്. 5 പദ്ധതികളിലായി പദ്ധതി വിഹിതം പൂർത്തീകരിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. രായമംഗലം ഗ്രാമപഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതി പ്രത്യേകിച്ചും സേവന മേഖലയിലും ക്ഷേമ പ്രവർത്തനങ്ങളിലുള്ളത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരിയോടുകൂടി ഏതാണ്ട് 100% എത്തിക്കാൻ കഴിയും. പട്ടികജാതി വികസന മേഖലയിൽ 99,95,000 രൂപയായിരുന്നു നമ്മുടെ പ്രോജക്റ്റ് എമൗണ്ട്. അതിൻ്റെ മുഴുവൻ പദ്ധതികളും ഈ ഒരു പദ്ധതിയുടെ നടപ്പിലാക്കുന്നതോടുകൂടി പൂർത്തിയാവുകയാണ്. ഇന്ന് നടത്തിയ പദ്ധതി കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണമാണ്. 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇതിന് അർഹരായിട്ടുള്ളത് ഉണ്ടായിരുന്നത്. 40 കുട്ടികൾക്കുള്ള പ്രോജക്റ്റാണ് നമ്മൾ വച്ചിരുന്നത്. 2 ലക്ഷം രൂപ വരുന്നത്. അതുകൂടാതെ പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് ഉപരിപഠനം നടന്ന കുട്ടികൾക്ക് ബിരുദാനന്തര കോഴ്സുകൾ അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായി 13 ലക്ഷം രൂപ സ്കോളർഷിപ്പ് ഇനത്തിലും 8 ലക്ഷം രൂപ അവർക്ക് ലാപ്ടോപ്പ് നൽകുന്നതിന് വേണ്ടിയും ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ലൈഫ് ഭവന പദ്ധതിയുടെ മേഖലയിൽ 40 ലക്ഷം രൂപയും അതുപോലെ വീട് മെയിൻ്റനൻസിന് 32 വീടുകൾക്കുള്ള പദ്ധതിയും ഏതാണ്ട് 24 ലക്ഷം രൂപയോളം ആ ഇനത്തിലും ചെലവ് അതിൻ്റെ എല്ലാ പൂർത്തീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പട്ടികജാതി മേഖലയിലുള്ള മുഴുവൻ പദ്ധതികളും ഈ ഒരു പദ്ധതിയുടെ പഠനോപകരണ വിതരണത്തോടുകൂടി ഇന്നത്തോടുകൂടി പൂർത്തിയാവുകയാണ്. ഫെബ്രുവരി മാസത്തിൽ തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനത്തിന് മുൻകൈയെടുത്ത പഞ്ചായത്തിൻ്റെ ജീവനക്കാർക്ക്, പ്രത്യേകിച്ചും അസിസ്റ്റൻറ്റ് സെക്രട്ടറി അതുപോലെ തന്നെ പ്ലാൻ കോർഡിനേറ്റർ ശ്രീ രതീഷ്, നമ്മുടെ പഞ്ചായത്ത് ഇതിനോടൊപ്പം നിന്നുകൊണ്ട് സഹകരിച്ച് കൃത്യസമയത്ത് തന്നെ അപേക്ഷകളും എല്ലാം റെഡിയാക്കുന്നതിനും ഗ്രാമസഭയിൽ നിന്ന് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതിനും എല്ലാം മുൻകൈയെടുത്ത പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, രായമംഗലം.